മുടി പിടിച്ച് വലിച്ചതിന് റെഡ് കാർഡ്. ഓൾഡ് ട്രാഫോർഡിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-2 ഗോളുകൾക്ക് ലീഡ്സ് യുണൈറ്റഡിനോട് പരാജയപ്പെട്ടു. ഈ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 1000 സബ്സ്ക്രൈബ് എന്ന ആ ഒരു നേട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാനലാണ്, എല്ലാ ദിവസവും കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ അട്ടർ ഫ്ലോപ്പാണ് ഫസ്റ്റ് ഹാഫ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അട്ടർ ഫ്ലോപ്പാണ് ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ കുറേ മിസ് പാസസ്, എന്തിനാണ് മിസ് പാസ് ചെയ്യുന്നതെന്ന് അറിയാൻ മേല, കുറേ മിസ് പാസസ് ഉണ്ട്. അവര് പ്രസ് ചെയ്യുന്നു, അവർ നല്ല രീതിയിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്, ഹൈ പ്രസ്സിങ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, ലീഡ്സ് യുണൈറ്റഡ് ചെയ്യുന്നതെങ്കിൽ ബോൾ മിസ്സാകുന്നതിൽ നമുക്കൊന്നും പറയാനില്ല, കാരണം മിസ്സാകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതൊരാവശ്യമില്ലാതെ കുറേ മിസ് പാസസ് ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ തൊലച്ചു കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലീഡ്സ് യുണൈറ്റഡിനെ സംബന്ധിച്ച് അവർ പ്രോപ്പർ വിഷനായിട്ടായിരുന്നു ഈ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് അവർ ആദ്യ 11-ൽ അവരുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ കളിപ്പിച്ചുകൊണ്ട് അവർ തുടക്കം മുതൽ അവരുടെ ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിം കളിക്കാൻ ശ്രമിച്ചു. അവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 2-ാം മിനിറ്റിൽ തന്നെ അവരുടെ ഫസ്റ്റ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു. 2ാമത്തെ ചാൻസ് തന്നെ അവർ ഗോളും ആക്കി. അപ്പോൾ ആ ഫസ്റ്റത്തെ ഗോളിലേക്ക് വരുമ്പോൾ ഒരു ക്രോസ് വരുവാണ്, വളരെ മികച്ചൊരു ക്രോസ് ആണ്. ആ ഒരു ക്രോസിനെ ഒരു ബാക്ക് ഹെഡർ ചെയ്യുവാണ് യുണൈറ്റഡിന്റെ ഡിഫൻഡർ. അതൊരു പ്രോപ്പർ ഹെഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയും. പക്ഷെ ആ ഒരു ഏറിയയിൽ നിന്ന് അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ പുറകിൽ വരുന്ന ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് മറ്റ് യുണൈറ്റഡ് പ്ലെയേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. അത് ഈസി ആയിട്ട് ആ ഒരു പ്ലെയർ ഗോളാക്കി. അതിനുശേഷം യുണൈറ്റഡ് 2-3 നല്ല ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസിമിറോ നൽകിയിട്ടുള്ള ഒരു ലോങ് ബോൾ ഉണ്ടായിരുന്നു. ഒപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു യുണൈറ്റഡ് സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചിരുന്ന സിസ്കോയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ യുണൈറ്റഡ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് ഫിനിഷിങ്ങിലേക്ക് എത്തുന്നില്ല. അതായത് നല്ല രീതിയിലുള്ള ഷൂട്ടുകൾ വരുന്നില്ല. ഒപ്പം നല്ല രീതിയിലുള്ള ഫൈനൽ പാസുകൾ, ഫൈനൽ തേർഡിലെ പാസുകൾ, ഫൈനൽ തേർഡിലെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷത്തിലോട്ട് വരുമ്പോൾ യുണൈറ്റഡിന്റെ കീപ്പറും മിഡ്ഫീൽഡറൊക്കെ ചേർന്ന് ഒരു മണ്ടത്തരം അങ്ങ് ചെയ്യുന്നു, ഒരു മിസ്റ്റേക്ക് അങ്ങ് ചെയ്യുന്നു. അതിനെ തുടർന്ന് അവർക്ക് നല്ലൊരു അവസരം കിട്ടുകയാണ് 3ാമത്തെ ഗോൾ അടിക്കാൻ. ആ ഒരു ചാൻസ് മാർട്ടിനസ് അതികിടിലനായിട്ടുള്ളൊരു ടാക്കിളിലൂടെ ആ ഒരു ചാൻസ് അങ്ങ് കളഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ 3-0 എന്നൊരു സ്കോറിൽ ഫസ്റ്റ് ഹാഫ് തീരുമായിരുന്നു. അങ്ങനെ 2-0 എന്ന സ്കോറിന് ഫസ്റ്റ് ഹാഫ് തീരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് 2-3 ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് വരുന്നത്. അതൊരു റെഡ് കാർഡ് ആണോ? യുണൈറ്റഡ് ഫാൻസ് ആയിട്ടുള്ള നിങ്ങളാണ് പറയേണ്ടത് അതൊരു റെഡ് കാർഡ് ആണോ എന്നത്. എന്നെ സംബന്ധിച്ച് സാധാരണ ഫുട്ബോൾ നിയമം അനുസരിച്ച് ഒരു മുടി പിടിച്ച് വലിക്കുക, പോണിറ്റെയിൽ പിടിച്ച് വലിക്കുക എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു വയലന്റ് കോണ്ടാക്ട് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഫുട്ബോൾ റൂൾ അനുസരിച്ച് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കും എന്നതാണ്. പിന്നെ VAR ചെക്ക് ചെയ്തിരുന്നു. VAR ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു, അതായത് ടെലികാസ്റ്റ് ചെയ്ത ആൾക്കാർ കാണിച്ചതല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലൈവ് കണ്ടവരെ, അതായത് നമ്മൾ ലൈവ് കണ്ടിട്ടുള്ളത് എങ്ങനെയാ, ടെലികാസ്റ്റ് ചെയ്ത ലൈവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഗ്രൗണ്ടിൽ പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം അറിയത്തില്ല. ആ ഒരു VARന്റെ വിഷ്വൽസിൽ 2 ആംഗിളിൽ നിന്ന് റെഫറി നോക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടത് ഒരു സ്ഥലത്തു നിന്നാണ്, അതായത് അറിയാലോ, നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് ഒരു ആംഗിളിൽ 2 ആംഗിളിൽ നിന്ന് നോക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ 3ാമത്തെ ഒരു ആംഗിൾ കൂടി റെഫറി ചെക്ക് ചെയ്യണമായിരുന്നു എന്നതാണ്. ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ മേല, ഇവർ കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. പക്ഷെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു റെഡ് കാർഡ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലീഡ്സ് താരമാണല്ലോ, ലീഡ്സിന്റെ പ്ലെയർ, ആ ഒരു പോണിറ്റയിലുള്ള പ്ലെയർ, ആള് മാർട്ടിനസിന്റെ കഴുത്തിങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു കാഴ്ച കൂടെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ടും റെഡ് കാർഡ് കൊടുക്കാനുള്ള ഒരു ഡിസിഷൻ റെഫറി എടുക്കുമെന്ന് എനിക്ക് അറിയാൻ മേല. ഓക്കെ, റെഡ് കാർഡ് തന്നെ കൊടുത്തു വെക്കുക, എന്നാലും ആ ഒരു പ്ലെയറിന് ഒരു യെല്ലോ എങ്കിലും മിനിമം കൊടുക്കത്തില്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ റൂൾസ് അനുസരിച്ച് അത് റെഡ് കാർഡാണ്. പക്ഷേ
അതൊരു റെഡ് കാർഡ് കൊടുക്കണോ എന്നത് തന്നെയാണ് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ ഒരു യെല്ലോ കാർഡിനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. റെഡ് കാർഡ് റൂൾസ് അനുസരിച്ച് റെഫറി റെഡ് കാർഡ് കൊടുത്തു. ഓക്കെ, ഇനി തന്നെ എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ റെഡ് കാർഡ് കിട്ടി, ഒരു പ്ലെയർ കുറഞ്ഞു, 10 പേരെ വെച്ച് യുണൈറ്റഡ് കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 മണി എന്തോ ആണ് ഈ മാച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. 3 മണി ആ ഒരു സമയത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് കണ്ടവർക്കറിയാം 10 പേരായിട്ട് കളിച്ച യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡ് കാർഡിന് ശേഷം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ്. അതിനുശേഷം ഒരു ഗോൾ ഇവർ തിരിച്ചടിച്ചു. അത് മാത്രമല്ല കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, കുറേ ചാൻസസ്. അവരുടെ ആ ഒരു ലൈൻ ക്ലിയറൻസ് നമുക്ക് കാണാൻ പറ്റി. ആ പോണിറ്റെയിൽ പ്ലെയർ ഉണ്ടല്ലോ, ആള് ഒരു റെഡ് കാർഡ് വാങ്ങി കൊടുത്തത് മാത്രമല്ല ലൈൻ ക്ലിയർ, ഒരു കിടിലൻ ലൈൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പിന്നെയും ഒരു 1-2 ചാൻസസ് ഉണ്ടായിരുന്നു. കീപ്പറിന്റെ കിടിലൻ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കാരണം ആ രണ്ടാമത്തെ ഗോൾ വന്നില്ല എന്നതാണ്. ഒരു പക്ഷേ 11 vs 11 റെഡ് കാർഡ് കിട്ടാതെ 11 പേർക്കെതിരെ 11 പേരെ വെച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ ഒരു കംബാക്ക് ഒക്കെ നടത്തിയേനെ. എനിവേ ഒരു 10 പേരെ വെച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനിടയ്ക്കാണ് ആ ഒരു ഗോൾ വന്നിട്ടുള്ളത്. ഗോളിനെ കുറിച്ച് പറയുമ്പോൾ റീബൗണ്ട് കിട്ടുന്നു, ആ ഒരു ബോൾ എടുക്കുന്നു. നല്ലൊരു അളന്നു മുറിച്ചൊരു ക്രോസ് ആയിരുന്നു നൽകിയിരുന്നത്. അത് കാസിമിറോ ഗോളാക്കി. കിടിലനൊരു ഗോളാണ്. അറിയാലോ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബ്രൂണോ ഫെർണാണ്ടസിന്റെ കിടിലനായിട്ടുള്ള ക്രോസുകളും കാര്യങ്ങളും. അളന്ന് മുറിച്ച് സെക്കൻഡ് പോസ്റ്റിൽ ആൾ നിൽക്കുന്നത് മനസ്സിലാക്കി കറക്റ്റായിട്ട് കൊടുക്കുന്നു, കറക്റ്റായിട്ട് ഹെഡ് ചെയ്യുന്നു, ഗോളാക്കുന്നു. ഇനി നമുക്ക് യുണൈറ്റഡ് ഈ മാച്ച് തോക്കാൻ കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നാമത്തത് മിസ് പാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാവശ്യവും ഇല്ലാതെ കുറേ മിസ് പാസസ് ഈ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലാതെ എന്തിനാണ് ഇത്രയും മിസ് പാസസ് ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ റീബൗണ്ട് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യുണൈറ്റഡ് ഭയങ്കര ശോകമായിരുന്നു. അതായത് യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുന്നു, റീബൗണ്ട് വരുന്നു, അത് കളക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ലീഡ്സ് അറ്റാക്ക് ചെയ്തിട്ട് വരുന്ന റീബൗണ്ട് കളക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, യുണൈറ്റഡ് അട്ടർ ഫ്ലോപ്പാണ് ഈ മാച്ചിൽ. നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊരു കോച്ച് പറഞ്ഞ ഓർമ്മയാണ് കേട്ടോ, അതായത് ഈ ഒരു റീബൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി കളി ജയിച്ചതുപോലെയാണ്. ഏത് കോച്ചാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആരോ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ 3 ഗോളും റീബൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തത് ഒരു ബാക്ക് ഹെഡർ ക്ലിയറൻസ് ആണ്, അത് ഗോളായി. രണ്ടാമത്തത് ഇവര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി പ്രോപ്പർ ക്ലിയറൻസ് ചെയ്തില്ല, അതും റീബൗണ്ടാണ്. അത് ബോക്സിന് വെളിയിൽ നിന്ന് നല്ലൊരു കിടിലൻ ഷോട്ടായിരുന്നു. അതൊരു ഡിഫ്ലക്ഷൻ കൂടെ ആയപ്പോൾ അത് ഗോളാകാനുള്ള എല്ലാം ആയി. മൂന്നാമത്തത് അതുപോലെ തന്നെയാണ്. ആദ്യമേ ഒരു ക്രോസ് പോലെ പോകുന്നു, ആ ബോൾ റിട്ടേൺ വരുന്നു, അതിനെ വീണ്ടും ക്രോസ് ചെയ്യുന്നു, ഗോളാകുന്നു. അതുകൊണ്ട് തന്നെ റീബൗണ്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ തെളിയിക്കുന്ന ടൈപ്പ് ഒരു മാച്ചാണ് ഈ മാച്ച്. റീബൗണ്ട് പ്രോപ്പറായിട്ട് യുണൈറ്റഡ് താരങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞു മിസ് പാസസ്, രണ്ടാമത് റീബൗണ്ട് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തില്ല. മൂന്നാമത്തത് മിഡ്ഫീൽഡിലെ പ്രശ്നമാണ്. മിഡ്ഫീൽഡ് യുണൈറ്റഡ് കളിച്ചിരുന്ന ഫോർമേഷൻ 4-2-3-1 ഫോർമേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ 2 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, 2 പിയോട്ട് പൊസിഷൻ കളിക്കുന്ന 2 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ കാസിമീറോ നമ്മൾ ഗോൾ അടിച്ചു, ആള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, 7.9 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറേ മിസ് പാസസ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയസിലൊക്കെ ആളുടെ ഭാഗത്ത് മിസ് പാസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതിനുള്ള കാരണം കാസിമീറോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഡബിൾ പിയോട്ട് സിസ്റ്റത്തിലാണ് കളിക്കുന്നത്. ഡബിൾ പിയോട്ട് സിസ്റ്റത്തിൽ കളിക്കുന്ന സമയത്ത് കൂടെ കളിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡർ ഉണ്ടല്ലോ, ആൾക്കും വലിയ രീതിയിലുള്ള ചുമതലയുണ്ട്. അപ്പോൾ ആളും നല്ല രീതിയിൽ സപ്പോർട്ട് നൽകണം. അപ്പോൾ രണ്ടുപേരും സപ്പോർട്ടീവായിട്ട് കളിക്കേണ്ട ഒരു റോളാണ് ആ ഒരു ഡബിൾ പിയോട്ട് റോൾ. അവിടെ അത്രയും മികച്ചൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. പക്ഷേ ആ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ വൻ ശോകം. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചെങ്കിലും ഈ ഒരു റേറ്റിംഗ് ഒക്കെ ഇവർ സെറ്റാക്കി കൊണ്ടുവന്നത്. അപ്പോൾ കാസിമീറോ മോശം പെർഫോമൻസ് നടത്തി എന്നൊരു ഒപ്പീനിയൻ എനിക്കില്ല. പക്ഷേ കാസിമീറോ മിസ് പാസും കാര്യങ്ങളും മിസ്റ്റേക്കൊക്കെ വരുത്താൻ കാരണം അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടീവ് റോളായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആള് കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കളിച്ചിരിക്കണമായിരുന്നു. പല സമയങ്ങളിൽ കാസിമീറോയ്ക്ക് പാസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ആളില്ല,
ആ ഒരു പൊസിഷനിലേക്ക് കാസമിറോയുടെ കാലിൽ നിന്ന് ബോൾ വാങ്ങാൻ കണക്കായിട്ടുള്ള പാകത്തിന് ആൾ വരുന്നില്ല. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് തേർഡിലേക്ക് കൊടുത്തിട്ടുള്ള ചില പാസുകളാണ്. ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി പറയണം, അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുന്ന മൂവ്മെന്റ്സ് അവിടെ പങ്കരമായിട്ടുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതായത് ഒരു കോർഡിനേഷൻ ഇല്ലായ്മ. ഈ മാച്ചിലെ ആ ഒരു ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ അറ്റാക്കിങ്ങിൽ കളിച്ചിട്ടുള്ള ലെഫ്റ്റ് വിങ്ങിൽ, റൈറ്റ് വിങ്ങിൽ, സെൻട്രൽ ഫോർവേഡായിട്ടൊക്കെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വൻ ശോകം പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അവരുടെ റേറ്റിംഗും വളരെ ലോ ആണ്. വളരെ മോശം രീതിയിലാണ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു ഫൈനൽ തേർഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ടുള്ള പാസുകൾ, അവരുടെ ആ ഒരു ലൈൻ, അതായത് അവരുടെ ഡിഫൻസ് ലൈന് ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ, ആ ഒരു രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ പോകുന്ന പാസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര കണ്ട് ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് വരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ എടുത്തു പറയേണ്ട നാലാമത്തെ കാര്യം ഫിസിക്കലി ഉള്ള ഗെയിമാണ്. ആവശ്യമില്ലാത്ത ഫൗൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മാച്ച് കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ യുണൈറ്റഡ് പ്ലേയേഴ്സിന് അത്യാവശ്യം ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് യുണൈറ്റഡിലുള്ളത്. പക്ഷേ അവര് ലീഡ്സ് യുണൈറ്റഡ് ആണ് കുറച്ചുകൂടെ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലീഡ്സിന്റെ താരങ്ങൾ ഫിസിക്കലി യുണൈറ്റഡ് പ്ലേയേഴ്സിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഈ മാച്ച് നടത്തിയിട്ടുണ്ട്. അതിലൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കുന്ന സമയത്ത് പല സിറ്റുവേഷനിലും അവർ ബോളൊക്കെ ഇടിച്ചിട്ട് ബോൾ എടുക്കുകയാണ്. അവർക്ക് ഈസി ആയിട്ട് ബോൾ പൊസിഷൻ ലഭിക്കുന്നു. അപ്പോൾ അതൊന്നും അനുവദിച്ചു കൂടാത്തൊരു കാര്യമാണ്. യുണൈറ്റഡിനെ സംബന്ധിച്ച് മൈക്കിൾ കാരിക്കിന്റെ കീഴിൽ അവർ അത്യാവശ്യം നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്തായാലും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലീഡ്സ് യുണൈറ്റഡ് അവരുടെ ആ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോമിൽ വെച്ചിട്ട് അവർ അർഹിച്ച 3 പോയിന്റ് അത് അവർ നേടി എന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മാച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത മാച്ച് ചെൽസിക്കെതിരെയാണ്. അതും ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. വരുന്ന സൺഡേ ആണ്. മാക്സിമം ഞാൻ ആ ഒരു മാച്ചിന്റെ വീഡിയോയും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ചെയ്യുമെന്ന്, മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. കാരണം പല പല കാര്യങ്ങൾ നടക്കുമല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാച്ചിന്റെ വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള, ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ച് നല്ലൊരു മാച്ച് എനിക്ക് കാണാൻ പറ്റി. 12:30 ഇരുന്ന് കണ്ടു, ഇപ്പം 3 മണി 3:30 ആയി കാണും. അപ്പോൾ നല്ലൊരു മാച്ച് കാണാൻ പറ്റി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുണൈറ്റഡ് ഫാൻസ് സംബന്ധിച്ച് കളി തോറ്റു സങ്കടമായിരിക്കും. ലീഡ്സിന്റെ ഫാൻസ് എത്ര പേര് കേരളത്തിലുണ്ടെന്ന് എനിക്കറിയാൻ മേലെ. പക്ഷെ ഒരു ഫുട്ബോൾ ഫാൻ നമ്മൾ ഒരു നല്ല ഗെയിം കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് മോശമായിട്ട് കളിച്ചെങ്കിൽ പോലും കളി കൊള്ളായിരുന്നു കേട്ടോ. ഉറക്കം വരുന്ന ടൈപ്പ് ഗെയിം അങ്ങനെയൊന്നുമില്ല, കളി സെറ്റപ്പ് കളിയായിരുന്നു. അപ്പോൾ അതായത് ഉറക്കം കളഞ്ഞ് 12:30 ഇരുന്ന് കളി കണ്ടവർക്ക് മുതലായ ഒരു ഗെയിം തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ വിത്ത് ഫുട്ബോൾ.